നമസ്കാരം. ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് ഒരു പഴയകാല 4 മണി പലഹാരമാണ്. തേനപ്പം എന്ന് പറയുന്ന ഈ ഒരു പലഹാരം തയ്യാറാക്കിയെടുക്കാൻ വെറും 3 ചേരുവകൾ മാത്രം മതി കേട്ടോ. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നുള്ളത് നോക്കാം. ഈ ഒരു പലഹാരം തയ്യാറാക്കിയെടുക്കുന്നതിന് പച്ചരിയാണ് ആവശ്യമായിട്ടുള്ളത്. ഇവിടെ ഞാൻ 1 ഗ്ലാസ് പച്ചരിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് അതേ ഗ്ലാസ്സിന് തന്നെ ഒരു 1/4 ഗ്ലാസ്സിലും കുറവ് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുള്ളതാണ്. ഇതിനകത്ത് നമ്മൾ പച്ചരി അരക്കുന്ന സമയത്ത് യാതൊരു രീതിയിലുള്ള വേറൊരു ഇൻഗ്രീഡിയൻസും ഒരു ചേരുവകളും ഉപയോഗിക്കേണ്ടതില്ല. അപ്പോൾ നല്ലതുപോലെ അരച്ചെടുത്ത കൂട്ടിനകത്തോട്ടേക്ക് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് പപ്പടമാണ്. ഞാനിവിടെ ഒരു 3 പപ്പടം ഒരു അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ പച്ചരിയുടെ കൂട്ടിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. അതായത് നല്ല സ്മൂത്തായിട്ട് കിട്ടുന്ന രീതിയിലൊന്ന് അരച്ചെടുക്കണം. ഇനി പപ്പടം കയ്യിലില്ലെങ്കിൽ ഇതിന് പകരം ബേക്കിംഗ് സോഡ ഉപയോഗിക്കാം. പിന്നെ അധികം പൊങ്ങാത്ത പപ്പടമാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ പകരം ബേക്കിംഗ് സോഡ ഉപയോഗിക്കുന്നതാണ് നല്ലത്. അതായത് നമ്മുടെ അപ്പക്കാരമുണ്ടല്ലോ, അത് ഉപയോഗിക്കുന്നതാണ് നല്ലത്. പിന്നെ ഇതിലോട്ടേക്ക് വേണ്ടത് ശർക്കരപ്പാനിയാണ്. അപ്പോൾ ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു കറുത്ത കളറുള്ള ശർക്കരയാണ് കേട്ടോ. നമ്മൾ ഈ ഹൽവയൊക്കെ തയ്യാറാക്കിയെടുക്കുമ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഏറ്റവും നല്ലത് ഉപയോഗിക്കുന്ന അധികം കളറില്ലാത്ത ശർക്കരയാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇത് കൂടുതലുള്ളത് കൊണ്ടാണ് ഞാൻ ഇത് ഉപയോഗിച്ച് ചെയ്തിട്ടുള്ളത്. ഒരൊറ്റ പീസ് ശർക്കര അതിലോട്ടേക്ക് ഒരു 1/4 ഗ്ലാസ്സിനടുത്ത് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ സാധാരണ ശർക്കരപ്പാനി ഉണ്ടാക്കിയെടുക്കുമല്ലോ, ആ രീതിയിലൊന്ന് തയ്യാറാക്കിയെടുത്താൽ മതിയാകും. അധികം കളറുള്ള ശർക്കര ഉപയോഗിക്കുമ്പോൾ ഒരു പ്രശ്നം, നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു പലഹാരം കാണാൻ അത്ര ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അധികം കളറില്ലാത്ത ശർക്കര നമുക്ക് വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അതിൽ ചെയ്യുന്നെടുക്കും ഒന്നുകൂടി നല്ലത്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിനകത്തോട്ടേക്ക് നമ്മുടെ മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അറ്റ ഭാഗത്ത് ഇങ്ങനെ ഒരു ജസ്റ്റ് ഹോൾ ഇട്ട് കൊടുത്തിട്ടാണുള്ളത്. ഇതിന് പകരം പ്ലാസ്റ്റിക് കവറിനകത്ത് കോണ് പോലെ റെഡിയാക്കി എടുത്തിട്ട് അതിനകത്ത് ഒഴിച്ചു കൊടുത്തിട്ട് വേണമെങ്കിലും ചെയ്തെടുക്കാം. നല്ല ചൂടുള്ള എണ്ണയിലോട്ടേക്ക് വേണം ഒഴിച്ചു കൊടുക്കാൻ. നല്ല ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യുന്നതാണ് നല്ലത്. നല്ല ക്രിസ്പി ആയിട്ടാണ് ഇത് കിട്ടുക കേട്ടോ. മധുരം ഇഷ്ടപ്പെടാത്തവർക്ക് ഒരു നുള്ള് നമ്മുടെ പപ്പടം ഇട്ടുകൊണ്ട് ഉപ്പിൻ്റെ ആവശ്യമില്ല, ഇതിങ്ങനെ തന്നെ കഴിക്കാം. അതല്ലെങ്കിൽ നമ്മളിതുപോലെ ശർക്കരപ്പാനി, തേനപ്പം എന്ന് പറയുമ്പോൾ എപ്പോഴും ശർക്കരപ്പാനിയിൽ ഇട്ടിട്ട് ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ ഞാൻ ശർക്കരപ്പാനിയിൽ ജസ്റ്റ് ഒന്ന് മുക്കിയിട്ട് ഇതുപോലെ എടുക്കാം. ഇതാണ് ഞാൻ പറഞ്ഞത്. കളറിൽ നമ്മൾ കുറച്ചുകൂടി ഡാർക്ക് കളർ കിട്ടും. അതല്ലെങ്കിൽ നമുക്ക് ആ ജിലേബിയുടെ ഒക്കെ ഒരു സ്റ്റൈലിൽ കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.